ആപ്പിൾ ഇൻ്റലിജൻസ് AKA AI ഈ 2024 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഈ പറയുന്ന ആപ്പിൾ യൂസേഴ്സിന് ഒരു ത്രെട്ടാണോ, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാകാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇന്നോവേഷൻ്റെ ഒരു ലീപ്പ് സ്റ്റെപ്പ് ആവാൻ പോകണോ, ഈ ഒരു കാര്യം ഫുള്ളായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. ഇതേപോലുള്ള പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് യു ബിൻ ഷെയർ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം ആപ്പിളിൽ ഇപ്പോഴാണ് വരുന്നത്. അല്ല, നമ്മുടെ ഡിവൈസിൽ ഇത്ര കൊല്ലങ്ങളായിട്ടും നമ്മുടെ ഈ പറയുന്ന ഐഫോണും മാക്ബുക്കും വാച്ചിലും എല്ലാത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് അല്ല ആപ്പിൾ ഇത്രയും നാൾ വിളിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതിനെ വിളിച്ചുകൊണ്ടുന്ന ചെല്ലപ്പേരാണ് ഈ പറഞ്ഞ മിഷൻ ലേണിംഗ് അഥവാ ML എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്ലീപ്പ് ട്രാക്കിംഗ് അതെങ്ങനെ നടക്കുന്നു, അതേപോലെ നമ്മുടെ ബാറ്ററി പാറ്റേൺ, എൻ്റെ യൂസേജ് അനുസരിച്ച് എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി പാറ്റേൺ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതേപോലെ എൻ്റെ ആ ഒരു രീതികളെല്ലാം മനസ്സിലാക്കി എൻ്റെ ഡിവൈസ് എനിക്ക് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും മാറ്റിത്തരുന്നു. എങ്ങനെ? ആ ഒരു ഡിവൈസിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട്, ആ ഒരു മിഷനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ എല്ലാം ഞാൻ നടത്തിയായിരുന്നു. സോ അതിനെ ആപ്പിൾ വിളിച്ചിരുന്ന പേരായിരുന്നു മിഷൻ ലേണിംഗ്. നമ്മുടെ ഡിവൈസിൽ എല്ലാത്തിലും ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന AI എന്ന് പറയുന്നത് ഒരു ടോപ്പ് നോച്ച് അഥവാ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഡിവൈസിലെയും പോലെ ഏറ്റവും അടിപൊളിയായ ഒരു രീതിയിലാണ് ഈ പറയുന്ന AI വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു AI ഫീച്ചറാണ് റൈറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ ഈ പറഞ്ഞ മെയിൽ ആപ്പ്, നോട്ട്സ് ആപ്പ്, അതേപോലെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആപ്ലിക്കേഷനിലും ഈ പറയുന്ന AI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു AI യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് പേഴ്സണലാക്കാം, അതേപോലെ നമുക്കതിനെ പ്രൊഫഷണലാക്കാം. ഈ പറഞ്ഞ നമ്മുടെ രീതി അനുസരിച്ച് ഫ്രണ്ട്ലി ആക്കണമെങ്കിൽ ഫ്രണ്ട്ലി ആക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ നമുക്കൊരു വലിയ ടോപ്പിക്ക് കുറേയധികം കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അത് സബ്മറൈസ് ചെയ്യാനും അതിൻ്റെ കീ പോയിൻറ്റ്സ് നമുക്ക് എടുത്തു തരാനും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ജെമോജി എന്ന് പറയുന്നത്. ഈ ഒരു ജെമോജി എന്ന് പറയുന്നത് ഇമോജിയുടെ ആ ഒരു വേർഡും ജനറേറ്റീവ് ഇമേജ് ഉണ്ട് ജെനുമാണ് ഈ പറഞ്ഞ ജെമോജി എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇമോജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു ഡൈനസോർ സർഫിംഗ് ബോർഡിൽ പോകുന്നു, അതേപോലെ സ്മൈലി കുക്കുംബർ വെച്ചിരിക്കുന്നു, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആപ്പിളിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്നല്ലേ, ഈ ഒരു AI യൂസ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോട്ടെ, ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റീവായുള്ള ഇമോജീസ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലും കൂടെ ഇത് ആക്സസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഈ പറഞ്ഞ AI യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ അമ്മ, മൈ മോം മേക്കിംഗ് കുക്കീസ് എന്നെനിക്ക് അടിച്ചു കൊടുക്കാം. അതേപോലെ മൈ സിസ്റ്റർ ഹാവ് എ വോൺ സൂപ്പർമാൻ അല്ലെങ്കിൽ സൂപ്പർ വുമൺ എന്നടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ ഈ ഒരു ജെമോജി യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റും. സോ എൻ്റെ ഫോട്ടോസിൽ എൻ്റെ സിസ്റ്ററും അതേപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ആക്സസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ലൈബ്രറിയിൽ പെറ്റ്സ് ആൻഡ് പീപ്പിൾ എന്ന ഓപ്ഷനിൽ ഞാൻ സേവ് ചെയ്യുന്ന എല്ലാവരെയും ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാനും എനിക്ക് അതനുസരിച്ചുള്ള ഇമോജീസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്തത് ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ജെമോജിയിൽ പറഞ്ഞ ആ സെയിം ഫീച്ചേഴ്സ് തന്നെ ഇതിലും വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറയുന്ന ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് 3 രീതിയിൽ നമുക്ക് ഈ പറയുന്ന കാർട്ടൂൺ, അതേപോലെ ആനിമേഷൻ, ഇല്ലുസ്ട്രേഷൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള 3 രീതിയിലേക്ക് മാറ്റാം. ആൻഡ് ഈ ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് ഫേവറേറ്റ്സ് ആയ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ഓരോ വട്ടവും നമുക്ക് ആ ഓരോ ടോപ്പിക്സ് ആഡ് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ഫേവറേറ്റ്സ് ഓൾറെഡി ആ പ്ലേ ഗ്രൗണ്ടിലുള്ളതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ
ഇവിടെയും ഇൻട്രസ്റ്റിംഗ് ആയ ആപ്പിളിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇമേജും കോണ്ടാക്റ്റും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ ആദ്യമാവട്ടെ ഈ ഒരു ആൾക്കാരുടെ കോണ്ടാക്ട് ഇൻഫോ അല്ലെങ്കിൽ കോണ്ടാക്ട് കാർഡ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഫോട്ടോസും അവരുടെ ഇമോജീസും ഞാൻ അതിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ iOS 17 വന്നതോടുകൂടെ തന്നെ ഇപ്പോൾ നമുക്ക് കോണ്ടാക്ട്സിൽ നമുക്ക് ഫോട്ടോ ഇടണമെന്ന് നിർബന്ധമില്ല. അവരുടെ കോണ്ടാക്ട് ഫോട്ടോ അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്ത് കിട്ടും. സോ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യുന്നത് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ കോണ്ടാക്ട് കാർഡ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഇൻഫോ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ അവരുടെ ബർത്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനാണെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒരു ബർത്ത് ഡേറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഇമേജ് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ബർത്ത്ഡേ ഉള്ള വ്യക്തിയുടെ ഫോട്ടോ ഒരു ബർത്ത്ഡേ കേക്കുകളും ബാക്കി കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആപ്പിളിൻ്റെ രീതിയിലാണ് ഈ പറഞ്ഞ ജനറേറ്റീവ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ജനറേറ്റീവ് ഫോട്ടോസ് നമുക്കായിട്ട് തരുന്നത്. സോ നമ്മുടെ പണി മാക്സിമം കുറക്കാനും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ കാര്യം നമുക്ക് പുഷ് ചെയ്യാനും ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഇമേജ് പ്ലേ ഗ്രൗണ്ട് നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഐപാഡിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇമേജ് വോൺ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ഫോം ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം ഫ്രീ ഫോം എന്ന ആപ്പ് നമുക്ക് വന്നതിന് ശേഷം കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഫ്രീ ഫോം യൂസ് ചെയ്യുന്നില്ല. കാരണം അവർക്കറിയില്ല അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. പക്ഷേ ഈ പറഞ്ഞ iPadOS 18 വരുമ്പോൾ നമ്മുടെ ഇമേജ് വോൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ടെക്സ്റ്റുകളും നമ്മളിപ്പം തന്നെ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജിൽ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്താൽ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതും ജസ്റ്റ് വെറുതെ ആ ഫോട്ടോ എടുക്കുകയല്ല, ആ ഫോട്ടോയിലുള്ള ഓരോ കാര്യങ്ങളും ടോപ്പിക്സും നമുക്ക് കറക്റ്റായിട്ട് എഴുതി മാറ്റി എടുക്കാനും ഈ പറഞ്ഞ ഇമേജ് വോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു മാറ്റമാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു മാറ്റം. സിറി എന്ന് പറയുന്നത്. ഇത്രയും നാളും നമുക്കുണ്ടായ ആ റൗണ്ട് ലോഗോയിൽ നിന്ന് ഈ പറഞ്ഞ സിറി ഫുൾ സ്ക്രീൻ ആക്സസ് ചെയ്യുന്ന ഒരു പുതിയ റീമാപ്ഡ് ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് നാച്ചുറൽ ലാംഗ്വേജിലേക്ക് ഈ പറഞ്ഞ സിറിയുടെ ടോക്കും മാറിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ സിറി ഇനി മുതൽ കൂടുതൽ കാര്യങ്ങളും ഓർത്തിരിക്കും. നേരത്തെ ഞാൻ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും സിറി ഓർത്തിരിക്കും. ഞാൻ പെട്ടെന്ന് പറയാണ്, ഇപ്പോൾ എറണാകുളത്ത് അല്ലല്ല നത്തിങ്. ഈ പറഞ്ഞ പുള്ളിക്കാരത്തിനെ നമ്മൾ വിളിക്കുമ്പോൾ 5 മിനിറ്റിന് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു, ആ ഒരു കാര്യം പിന്നെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഷീ വിൽ റിമെമ്പർ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഈ പറയുന്ന സിറിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ അമ്മ എത്ര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി ഓർത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ പറയുകയാണ്, അമ്മേനെ കൊണ്ട് ഞാൻ പോകാൻ പ്ലാൻ ചെയ്ത റെസ്റ്റോറൻറ്റ് ഏതാണ്, ഓട്ടോമാറ്റിക്കലി അത് സിങ്ക് ആവും. കാരണം ഷീ റിമെമ്പേഴ്സ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇനി മുതൽ ഈ പറയുന്ന പുള്ളിക്കാരത്തേക്ക് ഏറ്റവും വലിയ യൂസേജ് വരാൻ പോകുന്നത് ഈ ഒരു കാര്യം എല്ലാ ആപ്ലിക്കേഷനിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു കോൺസേർട്ടിന് പോവാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ മെയിലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസിലായിരിക്കാം, അല്ലെങ്കിൽ വാളറ്റിലായിരിക്കാം, ഏതെങ്കിലും കിടപ്പുണ്ടാവും. അതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനും എളുപ്പത്തിന് എടുക്കാനും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതേപോലെ ഫോട്ടോസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ID കാർഡ്, ആപ്പിളിൻ്റെ ആ എക്സാമ്പിൾ ഞാൻ പറയാം. ID കാർഡിൽ കുറേയധികം ഡാറ്റാസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ID കാർഡ് എവിടെയാണെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എനിക്ക് സിറിമോളോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന സിറിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഡിവൈസിൽ എല്ലാത്തിനും ലഭിക്കില്ല. അവിടെയാണ് വേറൊരു കാര്യം വരുന്നത്. സോ ഇനി നമുക്ക് ഡാർക്ക് സൈഡ് ഓഫ് ആപ്പിൾ ഇൻ്റലിജൻസിലേക്ക് നോക്കാം. ഡാർക്ക് സൈഡ് ഓഫ് ആപ്പിൾ ഇൻ്റലിജൻസ്.
ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മുമ്പോട്ട് വരുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ സപ്പോർട്ടിംഗ് ലിസ്റ്റിലേക്കാണ്. സപ്പോർട്ടിംഗ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ആപ്പിൾ സ്പെഷ്യലി മേക്ക് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ സിൽക്കൺ ചിപ്പിൽ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത 15 Pro ഓർ ലേറ്ററും അതേപോലെ M1 ചിപ്പ് യൂസ് ചെയ്യുന്ന ഡിവൈസുകളും ഐപാഡ് ആയിക്കോട്ടെ മാക്ബുക്ക് ആയിക്കോട്ടെ M1 സീരീസിൽ ഉപയോഗിക്കുന്ന മാത്രം ഡിവൈസിലാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി വേറെ കാര്യം, ആപ്പിൾ നമ്മൾ iOS 18 നോക്കുമ്പോൾ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്, എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ഈ ഒരു കോൾ റെക്കോർഡിംഗ് എല്ലാ ഡിവൈസിലും നമുക്ക് ലഭിക്കില്ല. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ട്. കാരണം ഈ ഒരു റെക്കോർഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കോൾ റെക്കോർഡിംഗ് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യം നമുക്ക് സമ്മറൈസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള കീ പോയിന്റ് എടുക്കാനും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് വേണ്ട വരും. സോ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് ലഭിക്കുന്ന ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈസുകൾ മാത്രമാണ്. ഇനി അടുത്തൊരു ഡാർക്ക് സൈഡ്, ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ WWDCയിൽ ഈ പറയുന്ന ഫങ്ഷൻസ് എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇലോൺ മസ്ക് വലിയൊരു ട്വീറ്റ് ഇട്ടായിരുന്നു. കാരണം ആപ്പിൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ത്രെട്ടാണ് ഈ പറഞ്ഞ ഡാറ്റ സ്റ്റോറിങ് അല്ലെങ്കിൽ ഡാറ്റ ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ആപ്പിൾ അവരുടെ ഈ പറഞ്ഞ കീനോട്ടിൽ പറയുന്നുണ്ടായിരുന്നു വി ആർ പാർട്ണർഷിപ്പിംഗ് വിത്ത് ഓപ്പൺ AI എന്ന് പറയുന്നത്. ഓപ്പൺ AI എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ലീഡിങ് ചെയ്യുന്ന ഇൻഡസ്ട്രി ലീഡിങ് ആയ ChatGPTയുടെ ആ ഒരു ഫൗണ്ടേഴ്സാണ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സാണ്. ഈ പറഞ്ഞ ChatGPTയും ഈ പറഞ്ഞ ഓപ്പൺ AIയും കുറേയധികം ഡാറ്റാസും കുറേയധികം കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പല കാര്യങ്ങളും ഈ പറയുന്ന ഓപ്പൺ AI എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AI യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ത്രെട്ട് ചെയ്യാനും അതേപോലെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മളെ യൂസ് ചെയ്യാനും പറ്റുമെന്ന് പറയുന്നത്. ഇലോൺ മസ്ക് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആപ്പിൾ ഒരു ഓപ്ഷൻ കൊണ്ടുവരികയാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഇലോൺ മസ്കിൻ്റെ ഫാക്ടറിയിൽ നിന്ന് മാറ്റും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി അതിൽ വേറൊരു കാര്യം നമുക്കറിയാം, ആപ്പിൾ അവരുടെ കാര്യങ്ങൾ കുറേയധികം വെക്കുന്നത് സ്വന്തം ഡിവൈസിൽ തന്നെ ആയിരിക്കും. ഡിവൈസ് ഓൺ റിക്വസ്റ്റ് മാത്രമാണ് ഈ പറഞ്ഞ ആപ്പിൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞതല്ല, ടിം കുക്ക് കറക്റ്റായിട്ട് MKBHDയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. But you'll make a conscious decision to do that every time. Every time. So you can guarantee that there will never be any data sent to OpenAI without your explicit user permission. That's right. You decide. കാരണം സിമ്പിൾ ടാസ്കുകൾ നമ്മുടെ ഡിവൈസിൽ തന്നെ എല്ലാം നമുക്ക് നടത്താൻ പറ്റും. പക്ഷേ കോംപ്ലക്സ് ആയ പല കാര്യങ്ങളും നമ്മുടെ ഡിവൈസിൽ ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മുടെ ക്ലൗഡിലേക്ക് തന്നെ പോകേണ്ടി വരും. ആ ഒരു ക്ലൗഡ് നമ്മുടെ ഈ പറഞ്ഞ ഓപ്പൺ AIയുടെയാണ്. അതിൽ ടിം കുക്ക് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഡിസിഷനാണ്, ഇറ്റ്സ് യുവർ ഡിസിഷൻ. സോ നമ്മൾ ഡിസൈഡ് ചെയ്താൽ നമ്മുടെ ഡാറ്റ നമുക്ക് ഈ പറഞ്ഞ ഓപ്പൺ AIയിലേക്ക് കൊടുക്കാൻ പറ്റും. അത് എത്ര നോക്കിയാലും ആപ്പിളിൻ്റെ സെർവറിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. യെസ്, ആപ്പിൾ ഈസ് പ്രൊട്ടക്റ്റിംഗ് അവർ കോണ്ടന്റ്, പ്രൊട്ടക്റ്റിംഗ് അവർ പ്രോംസ്, പ്രൊട്ടക്റ്റിംഗ് അവർ സെർച്ച്, എല്ലാം ശരിയാണ്. പക്ഷേ ആപ്പിൾ ഹാവ് എ പാർട്ണർഷിപ്പ് വിത്ത് ഓപ്പൺ AI. സോ ഓപ്പൺ AI എന്ന് പറയുന്നത് ChatGPT തന്നെയാണ്. ChatGPTയും ഓപ്പൺ AIയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡാറ്റയും അതേപോലെ നമ്മുടെ കുറേയധികം കോണ്ടൻറ്റുകളും നമുക്ക് ലീക്കാവാനും അതേപോലെ ബ്രീച്ച് ആവാനുള്ള ചാൻസ് എപ്പോഴും ഒരു 1% ഉണ്ടെങ്കിൽ ആ ഒരു 1% ഇപ്പോൾ ആപ്പിളിന് ഒരു ത്രെട്ട് തന്നെയാണ്. ആപ്പിൾ പറയുന്നുണ്ട് ഇല്ല എന്ന്. പക്ഷേ ഇനി ഭാവിയിലേക്ക് പോകുമ്പോൾ ആപ്പിൾ ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ആപ്പിൾ തന്നെ ഈ പറഞ്ഞ AI കുറച്ചും കൂടെ ഒരു ബെറ്റർ ആക്കും. നമുക്കറിയാം ആപ്പിളിൻ്റെ ഡിവൈസിൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഈ പറഞ്ഞ ChatGPT ആണ്. അവർ പ്രൗഡ്ലി പറയുന്നുണ്ട് വി ആർ പാർട്ണർഷിപ്പ് വിത്ത് ഈ പറഞ്ഞ ChatGPT. സോ ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളും മനസ്സിലായി.
അറിയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ പ്രത്യേകിച്ച് ആപ്പിൾ ഫാൻ ബോയ്സിനും ആപ്പിൾ എന്തൂസിയാസ്റ്റും ഈ പറഞ്ഞ വീഡിയോസ് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാമിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ എന്തായാലും ഫോളോ ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Sabin Xavier signing from Evica.